നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 6, 2026 വെള്ളി. അങ്ങനെ നമ്മൾ ഈ ആഴ്ചയിലെ അവസാന ട്രേഡിംഗ് സെഷനിലേക്ക് പ്രവേശിക്കുകയാണ്. 2 ദിവസമായി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന RBI മോണിറ്ററി പോളിസിയുടെ ഭാഗമായി ഇന്ന് RBIയുടെ ഭാഗത്ത് നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ രാവിലെ 10 മണിയോടുകൂടി വരാനിരിക്കുന്നു. കൂടാതെ ഇന്നലെ നടന്ന പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളുടെ റിസൾട്ട്, ഇന്ന് നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ തുടങ്ങി പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റില് ഫിനാൻഷ്യൽ, ഓട്ടോ, IT സ്റ്റോക്സുകളിൽ ഉടലെടുത്ത അതിശക്തമായ സെല്ലിംഗിന്റെ ഫലമായിട്ട് RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നതിന് മുന്നോടിയായിട്ട് മാർക്കറ്റും നിക്ഷേപകരും പുലർത്തിയ ജാഗ്രതയുടെ ഫലമായിട്ടും തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനിലെ നേട്ടത്തിനു ശേഷം ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. മാത്രമല്ല, ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റില് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വീണ്ടും 2150.51 കോടി രൂപയ്ക്ക് സെല്ലിംഗ് ആണ് ഇന്നലെ നടത്തുകയും ഉണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ആകെ 1129.82 കോടി രൂപയ്ക്ക് മാത്രമേ ബൈയിങ്ങും തുടരുകയുണ്ടായുള്ളൂ. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെ എക്സ്പേർട്ടുകളുടെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിക്ക് ഇന്ന് 25,500, തുടർന്ന് ക്രൂഷ്യൽ സപ്പോർട്ടായ 25,450 എന്നീ ലെവലുകൾക്ക് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 25,800 എന്ന ലെവലിലേക്കും ഈ ലെവലും അതിശക്തമായി മറികടന്നുകൊണ്ട് മുന്നേറാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് സൈക്കോളജിക്കൽ ലെവലായ 26,000 എന്ന ലെവലിലേക്കുമുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. അതേസമയം ഇന്ന് നിഫ്റ്റി സൈക്കോളജിക്കൽ സപ്പോർട്ട് ലെവലായ 25,500 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് ക്രൂഷ്യൽ സപ്പോർട്ടായ 25,450 എന്ന ലെവലും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ 25,000 എന്ന സൈക്കോളജിക്കൽ ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണവും ഡൗൺ സൈഡിലേക്ക് തള്ളിക്കളയാനാവുകയുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയുമുണ്ടായത്. ബ്ലാക്ക് സ്റ്റോണിന്റെ 9.99% വരുന്ന ഓഹരികൾ വാങ്ങുന്നതിന് ഫെഡറൽ ബാങ്കിന് റിസർവ് ബാങ്കിന്റെ അനുമതി ലഭിക്കുകയുണ്ടായി. ടാറ്റ സ്റ്റീൽ, ശ്രീരാം സിമന്റ്, സീമെൻസ്, ബോഷ്, BEML, ഇന്ത്യൻ റിന്യൂവബിൾ എനർജി തുടങ്ങി ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കമ്പനികൾ അവയുടെ Q3 ഏർണിംഗ്സിന്റെ റിസൾട്ടിന്റെ റിലീസുമായിട്ട് ഇന്ന് ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്ന് Q3 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുന്ന കമ്പനികളുടെ വിശദാംശങ്ങൾ വിശദമായി തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇന്ന് ഇന്ത്യയിൽ നിന്നും കഴിഞ്ഞ ബുധനാഴ്ച ഇന്നലെയുമായിട്ട് ഈ മാസത്തെ RBI മോണിറ്ററി പോളിസി മീറ്റിംഗ് ആരംഭിക്കുകയുണ്ടായി. അതിന്റെ സമാപനം എന്ന രീതിയിൽ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ RBIയുടെ ഭാഗത്ത് നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും വരാനിരിക്കുന്നു. ഇന്നലെ നമ്മൾ പോസ്റ്റ് മാർക്കറ്റിൽ കണ്ട പോലെ തന്നെ മാർക്കറ്റും നിക്ഷേപകരും എക്സ്പെക്ട് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ സ്റ്റഡി ആയിട്ട് തന്നെ നിലനിർത്തുമെന്നാണ്. സാധ്യതകൾ ഒട്ടും തന്നെ ഇല്ലെങ്കിലും ഇനി സർപ്രൈസ് ആയിട്ട് ഒരു കട്ട് വരികയാണെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സർപ്രൈസിംഗ് ഫാക്ടർ തന്നെയായിരിക്കും. തുടർന്ന് ക്യാഷ് റിസർവ് റേഷ്യോയുടെയും റിലീസ് ഉണ്ട്. പിന്നീട് നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം വൈകുന്നേരം 5 മണിയോടുകൂടി ഇന്ത്യയിൽ നിന്നും ജനുവരി മാസത്തെ 3ാമത്തെ ആഴ്ചയിലെ ബാങ്ക് ലോൺ ഗ്രോത്തിന്റെയും ഡിപ്പോസിറ്റ് ഗ്രോത്ത് റേറ്റിന്റെയും ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിന്റെയും ഡേറ്റകളുടെ റിലീസ് നടക്കാനിരിക്കുന്നു. ഇന്നലെ US-ൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട ഡിസംബർ മാസത്തെ ജോബ് ഓപ്പണിംഗ് ഡേറ്റ മാർക്കറ്റിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് 2020 ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും മോശമായിട്ടുള്ള ജോബ് ഓപ്പണിംഗ് ഡേറ്റയാണ് ഇന്നലെ റിലീസ് ചെയ്യുകയുമുണ്ടായത്. കൂടാതെ ഇന്നലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും വരികയുണ്ടായി. 3.75% എന്ന രീതിയിൽ സ്റ്റഡി ആയിട്ടാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് നിലനിർത്തുകയും ഉണ്ടായത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ ഉച്ചയ്ക്ക് 12:30 ജർമ്മനിയിൽ നിന്നും ഡിസംബർ മാസത്തെ ബാലൻസ് ഓഫ് ട്രേഡ് ഡേറ്റയുടെ റിലീസ് ഉണ്ട്. പിന്നീട് വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം രാത്രി 7 മണിയോടുകൂടി കാനഡയിൽ നിന്നും ജനുവരി മാസത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെ റിലീസ് നടക്കാനിരിക്കുന്നു. തുടർന്ന് രാത്രി 8:30 തന്നെ US-ൽ നിന്നും ഫെബ്രുവരി മാസത്തെ പാരലായിട്ടുള്ള മിഷിഗൺ കൺസ്യൂമർ സെന്റിമെന്റ്സ് ഡേറ്റയും റിലീസ് ചെയ്യാനിരിക്കുന്നു. അതേസമയം തന്നെ 8:30 തന്നെ കാനഡയിൽ നിന്നും ജനുവരി മാസത്തെ IVPMI ഡേറ്റയുടെ റിലീസുമുണ്ട്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ HDFC ബാങ്ക് ADR-ന് നേരിയ നേട്ടത്തോടുകൂടിയും ഇൻഫോസിസ് ADR-ന് 0.36% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ വിപ്രോ ADR-ന് 0.25%, ആക്സിസ് ബാങ്ക് ADR-ന് 0.5%, ഡോക്ടർ റെഡ്ഡീസിന് 0.5% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. അതേസമയം ICICI ബാങ്ക് ADR
IDRന് നേരിയ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു. അതായത് കടുത്ത മത്സരം നിറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മത്സരത്തിൽ മുന്നിൽ നിൽക്കുവാൻ ടെക് ഭീമനായ ആൽഫബറ്റ്, അതായത് ഗൂഗിളിന്റെ പാരന്റ് കമ്പനി, മൂലധന ചെലവ് ഇരട്ടിയാക്കുവാൻ ലക്ഷ്യമിടുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരികയുണ്ടായി. ഇതിനെ തുടർന്ന് നിക്ഷേപകരിൽ ഉടലെടുത്ത ആശങ്ക മൂലവും കൂടാതെ ഇന്നലെ US നിന്നും റിലീസ് ചെയ്യപ്പെട്ട ഡിസംബർ മാസത്തെ ജോബ് ഓപ്പണിംഗ് ഡാറ്റ മാർക്കറ്റിനെ നിരാശപ്പെടുത്തിയതിനെ തുടർന്ന് S&P 500-ന് 1.25%-യും നാസ്ഡാക്കിന് 1.5%-ലേറെയും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നതിനെ തുടർന്ന് S&P 500-ന് 2 ആഴ്ചത്തെ ലോയിലേക്കും നാസ്ഡാക്കിന് അതിന്റെ 2 മാസത്തെ താഴ്നിലയിലുമായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. കൂടാതെ ഡോ ജോൺസ് ഫ്യൂച്ചറും നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതും. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 1%-അടുത്തും ഫ്രാൻസ് മാർക്കറ്റ് 0.5%-ലേറെയും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ജർമ്മൻ മാർക്കറ്റിനും 0.5% നഷ്ടം നേരിടേണ്ടതായിട്ടും വരികയുണ്ടായി. നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം നെഗറ്റീവായിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിലും എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 1%-അടുത്തും കൊറിയൻ മാർക്കറ്റ് 4%-അടുത്തും നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. അതേസമയം കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വീണ്ടും ഗണ്യമായി ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. ഗോൾഡിന്റെ റേറ്റിലും ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 1%-അടുത്തും ഗോൾഡിന്റെ വിലയിൽ 1.5%-അടുത്തും ഇടിവാണ് നിലവിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതും. തൽഫലമായി ബ്രന്റ് ക്രൂഡിന്റെ വില $66.98 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $62.72 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വില $4730.39 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.65 എന്ന നിലയിലേക്കും ബെയറിഷ് ആയിട്ട് മാറിയിട്ടുണ്ട്. മാക്സ് പെയിൻ 25,650 എന്ന ലെവലിലും കൺസോളിഡേഷനെ സൂചിപ്പിച്ചുകൊണ്ട് പ്രീവിയസ് ഡേയുടെ റേഞ്ചിൽ തന്നെ ലോവർ ഷാഡോയോട് കൂടിയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും കാണുവാനായിട്ടും സാധിക്കുക. എങ്കിലും ഇന്നലെ നേരിടേണ്ടി വന്ന ഇടിവിനെ തുടർന്ന് നിഫ്റ്റിക്ക് അതിന്റെ 50-day EMA ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ലെവലിന് താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. എങ്കിലും ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകൾ ഉൾപ്പെടെ ബാക്കി എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. 25,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1 എന്ന നിലയിലും മാക്സ് പെയിൻ 60,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഇന്നലെ നേരിടേണ്ടി വന്ന ഇടിവിനെ തുടർന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിലും ബെയറിഷ് ക്യാൻഡിൽ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. എങ്കിലും ബാങ്ക് നിഫ്റ്റിക്ക് ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകൾ ഉൾപ്പെടെ അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 60,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 61,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. അതേസമയം പുട്ട് സൈഡിലും 60,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 60,900 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q3 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. ഭാരതി എയർടെൽ പ്രോഫിറ്റില് 55% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 15.2% വർധനവും രേഖപ്പെടുത്തി. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 1,471 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ ലോസ് കുറച്ചുകൊണ്ട് 233 കോടി രൂപയായി ലോസ് ചുരുക്കുകയുണ്ടായി. അതേസമയം റവന്യൂവില് 25.8% വർധനവും രേഖപ്പെടുത്തി. ബർജർ പെയിന്റ്സ് ഇന്ത്യ പ്രോഫിറ്റിൽ 8.3% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 0.3% നേരിയ വർധനവും രേഖപ്പെടുത്തുകയുണ്ടായി. ഹീറോ മോട്ടോകോർ പ്രോഫിറ്റില് 12.1% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 20.7% ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. FSN ഇ കൊമേഴ്സ് വെഞ്ചേഴ്സ് അഥവാ നൈക്ക പ്രോഫിറ്റില് 142.4% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 26.7% ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. ഭാരതി ഹെക്സാകോം പ്രോഫിറ്റില് 81.6% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 4.8% ഉയർച്ചയും രേഖപ്പെടുത്തി.
KNR കൺസ്ട്രക്ഷൻസ് പ്രോഫിറ്റില് 58.6% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 12.4% ഇടിവ് റിപ്പോർട്ട് ചെയ്തു. കെയ്ൻസ് ടെക്നോളജി ഇന്ത്യ പ്രോഫിറ്റില് 15.3% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 21.6% വർധനവും രേഖപ്പെടുത്തി. SKF ഇന്ത്യ പ്രോഫിറ്റില് 43.4% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിലും 54.1% ഇടിവാണ് റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായത്. അൾട്രാടെക് സിമന്റ് ഉത്തർപ്രദേശിലെ അലിഗഡ് യൂണിറ്റിൽ 2.7 ദശലക്ഷം ടൺ അധിക ഗ്രൈൻഡിംഗ് ശേഷി കമ്മീഷൻ ചെയ്തതായിട്ട് കമ്പനി പ്രഖ്യാപിച്ചു. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.